നമസ്കാരം. എഡ്യൂസോൺ ലേണിംഗ് ആപ്പിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് മണ്ണ് എന്ന് പറയുന്ന ഒരു മേഖലയാണ്. മണ്ണ് രൂപീകരണവുമായി ബന്ധപ്പെട്ടത്, മണ്ണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. മണ്ണിനെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരെന്താണ്? പെഡോളജി എന്നാണ്. മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടും? പെഡോളജി എന്നറിയപ്പെടും. മണ്ണിനെ കുറിച്ച് പഠിക്കുന്നവർ പെഡോളജിസ്റ്റ്. ലോക മണ്ണ് ദിനം ഡിസംബർ 5 ആണ്. മണ്ണ് രൂപീകരണ പ്രക്രിയ നമ്മൾ വിളിക്കുന്ന പേരാണ് പെഡോജെനിസിസ് എന്നും പറയും. മണ്ണ് രൂപീകരണ പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടും? പെഡോജെനിസിസ് എന്നും അറിയപ്പെടും. ഓക്കെ, ഇപ്പൊ മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി, മണ്ണിനെ കുറിച്ച് പഠിക്കുന്നവർ പെഡോളജിസ്റ്റ്. ലോക മണ്ണ് ദിനം ഡിസംബർ 5. മണ്ണ് രൂപീകരണ പ്രക്രിയയാണ് ഇത് പെഡോജെനിസിസ് എന്നറിയപ്പെടുന്നത്. നിലവിലുള്ള ശിലകൾ പൊടിഞ്ഞും, അതായത് നിലവിലുള്ള ശിലകൾ അപക്ഷയ പ്രക്രിയയിലൂടെ പൊടിഞ്ഞും ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചുമാണ് എന്ത് രൂപം കൊള്ളുന്നത്? മണ്ണ് രൂപം കൊള്ളുന്നത്. നിലവിലുള്ള ശിലകൾക്ക് അപക്ഷയ പ്രക്രിയയിലൂടെ എന്ത് ചെയ്യുക? പൊടിഞ്ഞും ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചുമാണ് എന്തുണ്ടാകുന്നത്? മണ്ണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ മണ്ണുണ്ടാകുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണെന്ത്? പെഡോജെനിസിസ്. മണ്ണിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളാണ് മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്നത്. ഒന്ന്, മാതൃശിലാ പദാർത്ഥം എന്ന് പറയാം. അതായത് ഏത് ശില പൊടിഞ്ഞാണോ മണ്ണുണ്ടാകുന്നത്, ആ ശിലയുടെ സ്വഭാവം മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കും. മാതൃശില കാഠിന്യമേറിയ ശിലയാണെങ്കിൽ ആ ശില പൊടിഞ്ഞ് മണ്ണാകുവാൻ എന്ത് ചെയ്യും? കൂടുതൽ സമയം വേണ്ടിവരും. എന്നാൽ അത് മൃദുവായ ശിലയാണെങ്കിലോ വളരെ വേഗം എന്ത് ചെയ്യും? മണ്ണായി മാറുകയും ചെയ്യും. അതാണ് ഒന്ന് മാതൃശിലയുടെ സ്വഭാവം. രണ്ട്, കാലാവസ്ഥ. മണ്ണിന്റെ രൂപീകരണത്തിന് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ ചൂടും ഈർപ്പമുള്ള കാലാവസ്ഥയാണ്. മണ്ണിന്റെ രൂപീകരണത്തിന് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ ഏതാണ്? ചൂടും ഈർപ്പമുള്ള കാലാവസ്ഥ. മൂന്ന്, ഭൂപ്രകൃതിയാണ്. മണ്ണിന്റെ രൂപീകരണത്തിന് ഏറ്റവും ഉത്തമം നിരപ്പാർന്ന സമതലങ്ങളാണ്. നിരപ്പാർന്ന സമതലങ്ങളാണ് എന്ത് അനുയോജ്യം? മണ്ണിന്റെ രൂപീകരണത്തിന് അനുയോജ്യം. കാലപ്പഴക്കം. 1 ഇഞ്ച് കനത്തിൽ ഏകദേശം മണ്ണുണ്ടാകുവാൻ 1000 വർഷത്തോളം എടുക്കും. 1 ഇഞ്ച് കനത്തിൽ മണ്ണുണ്ടാകുവാൻ ഏകദേശം 1000 വർഷം വേണ്ടി വരും. കാരണം നിരപ്പായ സമതലത്ത് ജൈവിക പ്രവർത്തനങ്ങൾ കാലക്രമേണ നടന്നു മാത്രമാണ് അവിടെ എന്തുണ്ടാകുന്നത്? മണ്ണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇപ്പം അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞും ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചുമാണ് എന്തുണ്ടാകുന്നത്? മണ്ണ് ഉണ്ടാകുന്നത്. മണ്ണിന്റെ രൂപീകരണ പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഒന്ന്, മാതൃശിലാ പദാർത്ഥത്തിന്റെ സ്വഭാവം. മാതൃശിലകൾ കാഠിന്യമേറിയ ശിലയാണെങ്കിൽ അതെന്ത് ചെയ്യും? കൂടുതൽ കാലം എന്ത് ചെയ്യും? സമയമെടുത്ത് മാത്രമായിരിക്കും മണ്ണായി മാറുക. മൃദുവായ ശിലയാണ് എന്ത് ചെയ്യും? അവ വേഗം മണ്ണായി മാറും. രണ്ട്, നമ്മൾ പറഞ്ഞത് കാലാവസ്ഥയാണ്. ചൂടും ഈർപ്പമുള്ള കാലാവസ്ഥയാണ് എന്തിന് അനുയോജ്യം? മണ്ണുണ്ടാകുവാൻ അനുയോജ്യം. മൂന്ന്, ഭൂപ്രകൃതിയാണ്. മണ്ണുണ്ടാകുവാൻ ഏറ്റവും അനുയോജ്യമായ ഭൂപ്രകൃതി എന്താണ്? നിരപ്പാർന്ന സമതലങ്ങളാണ്. അടുത്ത കാലപ്പഴക്കമാണ്. 1 ഇഞ്ച് കനത്തിൽ മണ്ണുണ്ടാകുവാൻ എത്ര വർഷം? 1000 വർഷം വേണം. ഓക്കെ, ഇത്രയും ഘടകങ്ങളാണ് മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ.